ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം സ്പീഡിനെ കുറിച്ചാണ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും എന്താണെന്ന്. യൂണിഫോം മീൻസ് സെയിം അറ്റ് എനി ടൈം. ഏത് പൊസിഷൻ നോക്കിയാലും സെയിം സ്പീഡാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? യൂണിഫോം സ്പീഡെന്ന് പറയും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നോൺ യൂണിഫോം സ്പീഡെന്ന് പറയും. അപ്പോൾ അത് ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാറ് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് എഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി സി ഡി ഇ എഫ് അങ്ങനെയാണ് അത് എഫിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം 10 സെക്കൻഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്ക് ബി സി ഡി ഇ എന്ന് പറയുന്ന ഓരോ പോയിൻറ്റ്സിലുമുള്ള റെസ്പെക്റ്റീവ് ടൈമും അതനുസരിച്ചുള്ള ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസാണ് ആ കാറ് കവർ ചെയ്തത് എന്നും നമുക്ക് ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് താഴെയുള്ള ഒരു ടാബുലാർ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ് ആ കാറ് ട്രാവലിംഗ് തുടങ്ങുന്നത്. ആ പൊസിഷനിൽ നിന്ന് ട്രാവലിംഗ് തുടങ്ങുമ്പോൾ എയിൽ ടൈം 0 ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടൈം 0 ആണ്. അപ്പോൾ ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? 0 തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത് അവിടെ നിന്ന് ആ കാറ് മൂവ് ചെയ്ത് 2 സെക്കൻഡ് കൊണ്ട് ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. അപ്പോൾ എത്ര മീറ്റേഴ്സ് മൂവ് ചെയ്തു? 20 മീറ്റേഴ്സ് മൂവ് ചെയ്തതായിട്ട് കാണാം. അടുത്ത് ബി എന്ന പൊസിഷനിൽ നിന്ന് സിയിലേക്ക് പോയപ്പോൾ വീണ്ടും 2 സെക്കൻഡാണ് ആ ട്രാവലിങ്ങിന് വേണ്ടി വന്നത്. 4 - 2 ഇവിടെ 2 സെക്കൻഡാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 - 20 = 20 മീറ്ററാണ്. ദെൻ സി ടു ഡി നോക്കിയാലും ഡിസ്റ്റൻസ് 20 മീറ്ററും ടൈം ഇൻ്റർവെല്ല് 2 സെക്കൻഡും തന്നെയാണ്. വീണ്ടും ഡി ടു ഇ നോക്കിയാലും അത് രണ്ടും സെയിം ആണ്. ഇ ടു എഫ് നോക്കിയാലും ഇതേ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിനി ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടാബുലാർ കോളം ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നൊരു കോളം ഉണ്ട്, ടൈം അതിന് വേണ്ടി വന്ന ടൈം എഴുതാനൊരു കോളമുണ്ട്, നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ളൊരു കോളവും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എ ടു ബി എന്ന് പറയുന്ന പൊസിഷൻ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഈ കാറ് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ വേണ്ടി വന്ന ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. അവിടെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ എത്രയെന്ന് പറഞ്ഞു? 20 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ടാബുലാർ കോളത്തിലേക്ക് കൊടുക്കാം. എ ടു ബി 20 മീറ്റർ തന്നിട്ടുണ്ട്. വേണ്ടി വന്ന ടൈം 2 സെക്കൻഡാണ്. അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചു? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ചിട്ട് നമ്മൾ സ്പീഡ് 20 മീറ്റർ/സെക്കൻഡ് എന്ന് കണ്ടുപിടിച്ചു. ദെൻ ബി ടു സിയുടെ കാര്യം എടുക്കാം. ബി ടു സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് 40 - 20 = 20 എന്ന് കിട്ടും. ആ 20 നമ്മളിവിടെ എഴുതി. അവിടുത്തെ ടൈം ഇൻ്റർവെൽ 4 - 2 2 ആണ്, അതും നമ്മളിവിടെ എഴുതി. അവിടുത്തെ സ്പീഡ് കണ്ടുപിടിച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം 20/2 = 10 മീറ്റർ/സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് പോകുന്നു, സി ടു ഡി. അവിടെയും ഇതേപോലെ തന്നെയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 - 40 20. അതിന് വേണ്ടി വന്ന ടൈം 2 സെക്കൻഡ്. അവിടെയും സ്പീഡ് കണ്ടുപിടിച്ചപ്പോൾ 10 മീറ്റർ/സെക്കൻഡ്. ദെൻ ഡി ടു ഇ ചെയ്താലും നമുക്ക് 10 മീറ്റർ/സെക്കൻഡ് കിട്ടും. ഇ ടു എഫ് ചെയ്താലും 10 മീറ്റർ/സെക്കൻഡ് കിട്ടും. അപ്പോൾ ഈ സ്പീഡിൻ്റെ കോളം അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? എപ്പോഴും സ്പീഡ് 10 മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. അതായത് കാറ് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും എഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്തപ്പോഴേക്കും ഓരോ ഫിക്സഡ് ടൈം ഇൻ്റർവെൽ, ഫിക്സഡ് ടൈം ഇൻ്റർവെൽ മീൻസ് എന്താണ്? 2 സെക്കൻഡ് 2 സെക്കൻഡ് 2 സെക്കൻഡ് അങ്ങനെയല്ലേ ടൈം ഇൻ്റർവെൽ പോകുന്നത്. അപ്പോൾ ഓരോ ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിലും കാറ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണ്. അതുകൊണ്ട് അവിടെ നമുക്ക് കിട്ടിയ സ്പീഡും എന്താണ്? സെയിം തന്നെയാണ്. അങ്ങനെ ഓരോ ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിലും ഈക്വൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. നമുക്കെല്ലാ സ്പീഡും സെയിം ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ സെയിം സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയും? യൂണിഫോം സ്പീഡ് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും നോൺ യൂണിഫോം സ്പീഡ്? നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന ഒരു ഫിഗർ കൂടെ അനലൈസ് ചെയ്ത് നോക്കാം.
ഇവിടെയും കാറ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? എയിൽ നിന്ന് എഫിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എയിൽ നിന്ന് എഫിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് ബി, സി, ഡി, ഇ എന്ന് പറയുന്ന 4 പൊസിഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെയും ടൈം ഇൻ്റർവെൽ എത്ര തന്നെയാണ്? 2 സെക്കൻഡ് തന്നെയാണ്. 0 to 2 സെക്കൻഡ്, 2 to 4 സെക്കൻഡ്, 4 to 6, 6 to 8, ദെൻ 8 to 10. അപ്പോൾ അവിടെയും ടൈം ഇൻ്റർവെൽ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ സെയിം ടാബുലാർ കോളം ഇവിടെയും തന്നിട്ടുണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്ത് പോവാം. ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗർ നോക്കി ഓരോന്നായിട്ട് പറയാം. എ ടു ബിയിലേക്ക് ഈ കാറ് മൂവ് ചെയ്യാണ്. എ എന്ന് പറയുന്ന പൊസിഷനിൽ ടൈമും 0, അവിടുത്തെ ഡിസ്റ്റൻസും 0 ബിയിലെത്തിയപ്പോഴത്തേക്കും ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡായി. അവിടെ എത്തിയപ്പോൾ അവിടെ അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര കവർ ചെയ്തു? 5 മീറ്റേഴ്സ് കവർ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കോളത്തിൽ എ ടു ബി എന്ന് പറയുന്ന കോളത്തിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 5 മീറ്ററും അതിനെടുത്ത ടൈം 2 സെക്കൻഡ് എന്നും കൊടുക്കാം. അത് വെച്ചിട്ട് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം അത് 2.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ദെൻ ബി ടു സി മൂവ് ചെയ്യുമ്പോൾ നോക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡ് തന്നെയാണ്. പക്ഷേ 5 മീറ്ററിൽ നിന്നും കാർ എത്ര മീറ്റർ വരെ മൂവ് ചെയ്തു? 20 മീറ്റേഴ്സ് വരെ മൂവ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 - 5 15 മീറ്ററാണ്. അപ്പോൾ ആ 15 മീറ്റർ നമ്മളിവിടെ എഴുതി. അതിന് വേണ്ടി വന്ന ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡാണ്. ദെൻ സ്പീഡ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 7.5 എന്ന് കിട്ടി. 15 - 2 = 7.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ദെൻ സി ടു ഡി കൺസിഡർ ചെയ്താൽ അവിടെയും ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡാണ്. പക്ഷേ ഡിസ്റ്റൻസ് എത്രയേ മൂവ് ചെയ്തുള്ളൂ? 20 to 26 മൂവ് ചെയ്തു. അതായത് ഓൺലി 6 മീറ്റേഴ്സ് മാത്രമേ മൂവ് ചെയ്തുള്ളൂ. അപ്പോൾ 6 മീറ്ററാണ് ഡിസ്റ്റൻസ്. ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡാണ്. അവിടെ നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചാൽ 6/2 = 3 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ദെൻ ഡി ടു ഇ കൺസിഡർ ചെയ്താൽ ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡാണ്. പക്ഷേ ഡിസ്റ്റൻസ് എത്രയാണ്? 26ൽ നിന്ന് 44ലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു ഡിസ്റ്റൻസിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 44 - 26 18 മീറ്റേഴ്സാണ്. 18 മീറ്റേഴ്സ് മൂവ് ചെയ്യാനെടുത്ത ടൈം എത്ര തന്നെ? 2 സെക്കൻഡ് തന്നെ. അതുകൊണ്ട് അവിടുത്തെ സ്പീഡ് 18/2 = 9 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് പോർഷൻ ഇ ടു എഫ് കൺസിഡർ ചെയ്താലും ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡാണ്. അവിടെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് 44 to 50 മീറ്റർ, ദാറ്റ് ഈസ് 6 മീറ്റേഴ്സ്. ആ 6 മീറ്റേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുത്ത ടൈം 2 ആയതുകൊണ്ട് അവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ 6/2 = 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ 2 ടാബുലാർ കോളം അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ആദ്യത്തെ കേസിൽ എപ്പോഴും ആ 2 സെക്കൻഡ് എന്നുള്ള ടൈം ഇൻ്റർവെൽ എവിടെ കൺസിഡർ ചെയ്താലും സ്പീഡ് സെയിം ആയിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മൾ 2 സെക്കൻഡാണ് ടൈം ഇൻ്റർവെൽ എടുത്തതെങ്കിലും മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ സ്പീഡും എന്തായിപ്പോയി? ഡിഫറൻ്റായിപ്പോയി. അങ്ങനെ ഈക്വൽ ഇൻ്റർവെൽ എടുക്കുമ്പോൾ ഡിഫറൻറ്റ് ഡിസ്റ്റൻസാണ് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം സ്പീഡിന് നമ്മൾ പറയും നോൺ യൂണിഫോം സ്പീഡെന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ കാറ് മൂവ് ചെയ്തത് നോൺ യൂണിഫോം സ്പീഡിലാണ്. ആദ്യത്തെ കേസിൽ യൂണിഫോം സ്പീഡിലാണെന്നും പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അതിനെ യൂണിഫോം സ്പീഡിലെന്നും, ഈക്വൽ ഇൻ്റർവെല്ലിൽ ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അതിനെ നോൺ യൂണിഫോം സ്പീഡിലാണെന്നും പറയാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നോക്ക്. ഇഫ് ദ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ദ സ്പീഡ് ഈസ് സെറ്റ് ടു ഹാവ് യൂണിഫോം സ്പീഡ്. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം സ്പീഡിലാണെന്ന് പറയാം. ഇഫ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ദ ബോഡി ഈസ് സെറ്റ് ടു ഹാവ് യൂണിഫോം സ്പീഡ്. അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്നും പറയാം? നോൺ യൂണിഫോം സ്പീഡിലാണെന്നും പറയാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടി ഇതിൻ്റെ സ്പീഡോമീറ്റർ നോക്കുകയാണ്. ഈ കാറിൻ്റെ സ്പീഡോമീറ്റർ നോക്കിയാൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? സ്പീഡ് ഇങ്ങനെ വേരി ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ നോൺ യൂണിഫോം സ്പീഡിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ കാറ് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് എഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ 50 മീറ്റേഴ്സ് മൂവ് ചെയ്തു. അപ്പോൾ അതിന് ടോട്ടലി എടുത്ത ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്.
അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 50യും ടോട്ടൽ ടൈം 10 സെക്കൻഡുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നോൺ യൂണിഫോം സ്പീഡിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കതിനൊരു ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓരോ ടൈം ഇൻ്റർവെല്ലിലുള്ള സ്പീഡിനെ ഫുൾ ആഡ് ചെയ്തതിന് ശേഷം ആ നമ്പർ ഉണ്ടോയെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്രയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു കവർ ദാറ്റ് ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് ആണോ അത് കവർ ചെയ്തത് ആ ഡിസ്റ്റൻസും അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുത്ത ടൈമും കൂടെ വെച്ചിട്ട് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ചെയ്യും പോലെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് 50 മീറ്ററും ടൈം 10 സെക്കൻഡുമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 50/10 = 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ? അതാണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ് 50/10 = 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ മനസ്സിലായി. ഒരു നോൺ യൂണിഫോം മോഷനിൽ അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത്. യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, എപ്പോഴും ഒരേ സ്പീഡ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ യൂണിഫോം സ്പീഡ് എന്താണെന്ന് പഠിച്ചു, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് പഠിച്ചു. ഒരു നോൺ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനും പഠിച്ചു. മനസ്സിലായി? താങ്ക് യു.